മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം. പരട്ട കിളവി ചൊറിനായെ മുതുമുതുക്കി കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര വിലയുള്ളത്. ഞങ്ങളൊക്കെ വെറും പീറകളല്ലേ, മണ്ടന്മാർ. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം. മിനിമം ഇത്രയെങ്കിലും. ആ കന്നം തിരിഞ്ഞ ബുദ്ധി കണ്ടില്ലേ? വെറുതെ അല്ല നാട്ടുകാർ 5 ഹോഴ്സ് പവർ തള്ളയെന്ന് വിളിക്കുന്നത്. നീ എവിടെയൊക്കെ തട്ടിമറിഞ്ഞു വീഴാണ്. ഒരു പ്രാവശ്യം തള്ളയുടെ പുറത്ത് വീണിരുന്നെങ്കിൽ ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും. ബി കെയർഫുൾ. മിന്നണ സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിർത്തുന്നത്? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. എന്തൊരു ചൊറിച്ചില്. ജപിക്കാൻ തന്നെ വാടി കൃമി അടിക്കുന്നു. പറയുന്നു കറുപ്പ് മാത്രമാണ് പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കറുത്ത നിറമുള്ള എല്ലാ കലാകാരന്മാരെ, ലോകമെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരുമാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ആക്ഷേപിച്ച. ഓ, നിന്നൊക്കെ സഹിക്കണം. നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കുറുമ്പത്തി? സാറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ.